ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മളെ ഷോപ്പിൽ വന്നിരിക്കുന്നത് റെഡ്മി നാനിയ എന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വീണ് പൊട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാമെന്ന് നോക്കാം. വളരെ ഈസിയാണ്, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കണ്ടിട്ട് മാറ്റുന്നത് അറിയാം. സോ ഇത് പലപ്പോഴും ഈ മോഡൽ വന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് മാറ്റാൻ പറ്റിയൊരു മോഡലാണ്. കാരണം നമുക്ക് കൂടുതൽ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് മിഡിൽ ഫ്രെയിം മാത്രം ക്ലീൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാനുള്ള ഒരു മോഡലാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന ഒരു മോഡലാണ്. സോ നമുക്ക് എങ്ങനെ മാറ്റാം എളുപ്പത്തിൽ എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സിമ്പിൾ റിമൂവ് ചെയ്യുക, എന്നിട്ട് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുക. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡോർ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാവുമ്പോൾ നമുക്ക് ബാറ്ററിയും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മേലെയുള്ള സ്ക്രൂവും താഴെയുള്ള സ്ക്രൂ മാത്രം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാം വർക്കിംഗ് ആണോ ഇല്ലേ എന്ന്. വളരെ സിമ്പിളായ ഒരു മോഡലാണ്. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ ശരിയാക്കാൻ പറ്റിയൊരു മോഡലാണ്. യൂസിങ്ങും കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. പല കസ്റ്റമറും പല ഫോണുകളും ഇതേപോലെ വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഈ ഒരു മോഡലിൽ സ്ക്രൂ കാര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. കുറച്ച് ടൈം എടുക്കും സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക്. കുഴപ്പമില്ല, എന്നാലും ഒരു 6 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ. സോ നമുക്ക് ഏകദേശം സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ആയിട്ടുണ്ട്. സ്ക്രൂ റിമൂവ് ആയതിനു ശേഷം അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഉടനെ പുതിയ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ പഴയ പൊട്ടിയ ഡിസ്പ്ലേ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒന്ന് ഇട്ടിട്ട് ചെക്ക് ചെയ്യാം വർക്കിംഗ് ആണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലുള്ള അതിൻ്റെ മിഡിൽ ഫ്രെയിമാണ്, അതിൻ്റെ മദർ ബോർഡ്. സോ നമുക്ക് കാണാം എല്ലാം വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു മോഡൽ തന്നെയാണ്. ഏകദേശം ആവറേജ് പ്രൈസ് ഉള്ളൊരു മോഡലാണ്. സോ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ മിഡിൽ ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം അതിൽ ഗ്ലാസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ഡിസ്പ്ലേയിൽ വെക്കുമ്പോൾ അത് തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം വരാറുണ്ട്. സോ ആദ്യം ഫ്രെയിം മുഴുവൻ നേരെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഉടനെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക. ഈസിയാണ്. ഞാൻ ട്യൂസറാണ് ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും. അതാകുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സാധനം സെപ്പറേറ്റ് ആവലുണ്ട്, ക്ലീനും ആവലുണ്ട്. സോ ട്യൂസർ ബെസ്റ്റ് വേ ആണ് ക്ലീൻ ചെയ്യാൻ. നിങ്ങൾക്കും അതേപോലെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേ 500+. ഇത് MPN എന്നൊരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. വളരെ വൃത്തിയായിട്ടും അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. ഓക്കെയാണ്, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സോ ഇനിയുള്ളത് നമ്മൾ ഗമ്മിടണം. ഞാനിപ്പോൾ ഇതിൻ്റെ 4 കോർണറിൽ ചെറുതായിട്ട് ഇട്ടിട്ടാണ് ഗമ്മ് ഫിറ്റ് ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. അടിഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അവിടെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ഗമ്മിടണം. കാരണം കുറച്ച് ഗമ്മ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ സ്ട്രിപ്പ് വരുന്നുണ്ട്. സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ട് അത് ഫിക്സ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് ഡിസ്പ്ലേ ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് മൊത്തം നമുക്ക് പാക്ക് ചെയ്യാം. ഞാനിതിൻ്റെ മേലെ ഒരു സ്ക്രൂ ഇട്ടു. അപ്പോൾ ആദ്യം അത് റിമൂവ് ചെയ്തിട്ട് അതെന്താ വെച്ചാൽ ബോർഡൊന്നും ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ബോർഡ് അവിടെ ലൂസാണെങ്കിൽ ഇളകും. സോ നമ്മളിനി സ്ക്രൂ ഇടാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ സ്ക്രൂ ഇട്ടിട്ട് മൊത്തം പാക്ക് ചെയ്തിട്ട് കാണാം. വളരെ സിമ്പിളാണ്. സോ ഏകദേശം സ്ക്രൂ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്ന സ്ക്രൂ കുറച്ച് കൂടുതലാണ്. ബാക്കിയുള്ള മോഡലൊന്നും ഇത്ര സ്ക്രൂ വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അടിയത്തെ റിംഗർ ബോക്സ് ഒന്നും റിമൂവ് ചെയ്യാത്ത മോഡലും വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഏകദേശം സ്ക്രൂ കാര്യങ്ങൾ ഇട്ടിട്ട് പാക്ക് ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് കുറച്ചുകൂടി സ്ക്രൂ ബാക്കിയുള്ളൂ. അതിട്ടതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്തിട്ട് നോക്കാം.
ഇതുപോലെ വേറെ കുറേ മോഡൽ ഡിസ്പ്ലേ വിട്ടതിൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. സോ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡലിൻ്റെ ഡിസ്പ്ലേ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ദിവസേന പല മോഡലും വരുന്നുണ്ട്, അപ്പോൾ എല്ലാം ഒരു ദിവസം വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടൈം കിട്ടുമ്പോൾ ഓരോ മോഡൽ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ നിങ്ങൾക്ക് ചാർജിങ് പിന്നിനെ സംബന്ധിക്കുന്ന ഇഷ്യൂ, ബോഡി ഇഷ്യൂ, ഹെഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെ എത്രയും എളുപ്പത്തിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് കമൻറ്റിൽ തന്നെ പറയാം. ഇനി വലിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ വാട്സപ്പ് നമ്പർ തന്നെ അയച്ചിട്ട് എല്ലാം സോൾവ് ആക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ. സോ ഇനി ഇതിന് ശേഷം നമ്മൾ വിടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിങ്ങിനെ വെച്ചിട്ടാണ്. ഏകദേശം കംപ്ലൈൻറ്റ് എങ്ങനെ ഫൈൽ ചെയ്യുക, ബാക്കിയുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന വീഡിയോ ആണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇനി എത്രയോ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊണ്ടുവരാനുണ്ട്. സോ നിങ്ങൾ എത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്യുന്നു അത്രത്തോളം എനിക്ക് സന്തോഷമാവും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റബ്ബർ പോകുന്നതല്ല, ഏകദേശം റബ്ബർ ബാൻഡ് ഇടല് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ റബ്ബർ ഇടാതെ ഇത് കണ്ടപ്പോൾ ക്ലിയറാണ്, വർക്കിംഗാണ്. സോ ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ കണ്ടോ. എത്രയും ഇത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ മാറ്റാനുള്ള തന്നെ ഉള്ളൂ. ഒരു ബ്ലാക്ക് ഗമ്മും ഫ്യൂസറും ഡിസ്പ്ലേ മാത്രം ഉണ്ടായാൽ മതി. താങ്ക് യു.